എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ ഇഡ്ഡലി. മാത്രമല്ല നമ്മളെല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അടിപൊളി സോഫ്റ്റാണ്. മാത്രമല്ല ഇത് കാണാനാണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ഞി പോലെ ഇരിക്കും, വെളുത്ത് നല്ല സോഫ്റ്റായി. പിന്നെ 2 ദിവസം ഇരുന്നാലും കേടുകൂടാതെയുള്ള അടിപൊളി ഇഡ്ഡലിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിന്നൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഇഡ്ഡലി തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വറുത്ത പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വറുത്ത പൊടി വേണം നിർബന്ധമില്ല, പച്ചരി ആയാലും മതി. പക്ഷേ വറുത്ത പൊടിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് ബാക്കി വന്നാലും നാളെ സ്റ്റീം ചെയ്തെടുത്താൽ കൂടുതൽ സോഫ്റ്റും ടേസ്റ്റായി മാറും. അപ്പോൾ അതിനാണ് ഞാൻ സാധാരണ വറുത്ത പൊടിയിൽ ചെയ്യണത്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നും പരിപ്പാണ്. പിന്നീട് നമ്മൾ ചേർക്കണത് ഇതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചവ്വരിയാണ്. സാധാരണ എല്ലാ കടകളിലും കിട്ടുന്ന ഒന്നാണിത്. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടൂലേ, അതാണിത്. നല്ല ഉരുണ്ട് വെളുത്ത് നല്ല ബോൾ പോലെ ഇരിക്കണതാണിത്. അപ്പോൾ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കണത്. അപ്പോൾ ഞാൻ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വറുത്ത പൊടിക്ക് 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ഉഴുന്നും 1/4 കപ്പ് ചവ്വരിയും കൂടെ കഴുകി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 6 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കുതിരും. അപ്പം നമുക്ക് അരച്ച് കറക്റ്റാക്കണം. ഇനി നിങ്ങൾക്ക് അരിപ്പൊടി വറുത്തതെടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾ പച്ചരിയാണ് എടുക്കണതെങ്കിൽ 1 ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായി കഴുകി അതും അത് കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഉഴുന്നും ചവ്വരിയൊക്കെ കുതിർന്ന് കറക്റ്റായിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലെടുത്തിട്ട് അതിൽ നന്നായി അരച്ചെടുക്കുകയാണ്. നമ്മളിത് അരക്കണേക്കാൾ തൊട്ട് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ 1 ഗ്ലാസ് വറുത്ത പൊടി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടിയിൽ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം. നമ്മൾ പച്ചവെള്ളമാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. അടയ്ക്കും പത്തിരിക്കും ഒക്കെ നമ്മൾ കുഴച്ച് വെക്കുമല്ലോ, ആ രീതിയിൽ വേണം നമ്മൾ കുഴച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുതിർന്ന് കറക്റ്റാവും. ആ സമയം കൊണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ചവ്വരിയും ഉഴുന്നും കൂടെ അരച്ച് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ പൊടിക്ക് പകരം അരിയാണ് എടുക്കണതെങ്കിൽ അരിയും ഇതേപോലെ തന്നെ നന്നായിട്ട് അരച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ തയ്യാറാക്കാനായിട്ട്. ഒത്തിരി തിക്കാവാൻ പാടില്ല. തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് കുറയും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കലക്കി കറക്റ്റാക്കി മൂടി വയ്ക്കാം. പിന്നീട് നമുക്ക് നാളെ ഇതെടുത്ത് ഉപ്പൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി ചുട്ടെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മളിത് കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടുന്നു. മാത്രമല്ല നല്ല കളർ, നല്ല വെളുത്ത് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി കിട്ടും. ഒരു 10 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ഇഡ്ഡലി മാവൊക്കെ പൊങ്ങി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നമ്മളിത് മിക്സ് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല പിശുപിശാന്നെ ഇരിക്കും. ഇതിങ്ങനെ ഇളക്കും തോറും പുതുപുതുന്നനെ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഇഡ്ഡലി എത്രമാത്രം തയ്യാറാക്കുമ്പോൾ സോഫ്റ്റ് ആവും എന്നുള്ളത്. നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റും. അതായത് 2 വ്യത്യസ്ത രീതിയിൽ അടിപൊളിയായിട്ട് എങ്ങനെ ഇഡ്ഡലി ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം, ട്രൈ ചെയ്യണം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ സ്വല്പം എണ്ണ തടവിയിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യാനുസരണം ഇഡ്ഡലി മാവ് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മൾ ഈ രീതിയിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ ചവ്വരിയൊക്കെ ചേർത്തിട്ട് ഇഡ്ഡലി ചുട്ടാൽ നമുക്ക് വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റും നല്ല ഭംഗിയുള്ള ഇഡ്ഡലി തയ്യാറാക്കാം. മാത്രമല്ല നമുക്ക് ഫുൾ ഇഡ്ഡലിയും ചിലവായിട്ടില്ല എന്ന് വെക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിറ്റേ ദിവസം ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ട് ഇന്നുണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റിലും സോഫ്റ്റിലുള്ള ഇഡ്ഡലി ആയിട്ട് കിട്ടും. ഇങ്ങനെ അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ അങ്ങനെ കിട്ടുക. നമ്മുടെ ഇഡ്ഡലി അങ്ങനെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് വീർത്ത് നല്ല സോഫ്റ്റായി നല്ല വെളുത്ത് നല്ല ഭംഗിയുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് പെട്ടെന്ന് തന്നെ തണുത്ത് ഇതിൽ നിന്ന് ഇഡ്ഡലി കിട്ടാനായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് വശം ഉണ്ടല്ലോ, അവിടെ സ്വല്പം വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടാറും. അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
കൂടാതെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.